Hello dear friends, welcome to Swati Swaga Tutorials. Today we are starting with a new chapter in +1 botany, that is respiration in plants. So let's start. Okay, then move on to our chapter respiration in plants. And see the points. All living organisms need energy for carrying out their daily life activity. Okay, and we know all organisms need energy for carrying their life activities. And appo ella organismthinum energy avashyamana. And next, the breaking of carbon-carbon bond of complex molecules through oxidation within the cells, leading to release of energy. That process is actually called respiration. Respiration endananu ee second point il paranjirikkunnathu. Breaking of carbon bonds of complex molecule. This complex molecule that is called our food. Okay, നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനെ കോംപ്ലക്സ് മോളിക്യൂൾസിനെ കാർബൺ ബോണ്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് അല്ലേ. ദെൻ ത്രൂ ഓക്സിഡേഷൻ ബൈ കമ്പൈനിങ് വിത്ത് ഓക്സിജൻ വിത്തിൻ ദ സെൽസിൽ വെച്ചിട്ട് ലീഡിങ് ടു റിലീസ് ഓഫ് എനർജി. ആ ഫുഡിലുള്ള എനർജീനെ നമ്മൾ റിലീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ സിംപ്ലർ ഫോമിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സെൽസിലോട്ടും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ്. സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ നമ്മൾ റെസ്പിറേഷൻ നടത്തി ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ഈ ഫുഡുമായിട്ട് ആക്ട് ചെയ്യുന്നു, എഗെയിൻ കട്ട് ചെയ്യുന്നു, അതിലുള്ള എനർജീനെ റിലീസ് ചെയ്യുന്നു. അതാണ് ശരിക്കും റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. Then the compounds that are oxidized during respiration is called respiratory substrates. Respiratory substrates. ഇപ്പോൾ റെസ്പിറേഷനിൽ ഉപയോഗിക്കുന്ന ഏതിലാണ് ഓക്സിഡേഷൻ നടത്തുന്നത് ആ കോമ്പൗണ്ട് പറയുന്നതാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. ആൻഡ് എ മെയിൻ ഇക്വേഷൻ ഫോർ റെസ്പിറേഷൻ ഇസ് ദാറ്റ് ഇസ് C6H12O6, ദാറ്റ് ഈസ് അവർ ഗ്ലൂക്കോസ്. ഈ ഫുഡ് ഇതിൻ്റെ മുകളിലാണ് റെസ്പിറേഷൻ നടന്ന എനർജി കിട്ടുന്നതെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ ആക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് +6O2 ഓക്സിജനായിട്ട് ആക്ട് ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് എഴുതുന്നതാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ. അപ്പം ഗ്ലൂക്കോസ് +O2 ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നടക്കുകയാണ്. ആൻഡ് ദ പ്രോഡക്റ്റ് ഫസ്റ്റ് വി വിൽ ഗെറ്റ് എനർജി അല്ലെ, ഹൈ എമൗണ്ട് എനർജി കിട്ടുന്നു. പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, 6CO2 ഉണ്ടാവുന്നു. ഓക്കെ, ഈ CO2 ആണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. +6H2O വാട്ടറും കൂടെ ഉണ്ടാവുന്നു. റെസ്പിറേഷൻ സമയത്ത് നമുക്കിവിടെ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് വേപ്പർ ഫോമിൽ വാട്ടറും കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതാണ് റെസ്പിറേഷനെ കാണിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദിസ് റെസ്പിറേഷൻ ഇസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിൻ്റാണിത്, സിമ്പിൾ പോയിൻ്റാണ്. 2 ടൈപ്സ് എന്താണ്? എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനഎറോബിക് റെസ്പിറേഷൻ. ഓക്കെ, ദെൻ സി വാട്ട് ഈസ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് എന്ന് പറയുമ്പം ആസ് ദ നെയിം ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷനാണ് എന്ത്? എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, ആൻഡ് ഹിയർ ദ സബ്സ്ട്രേറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് അതിനെ ചെറിയ ഫോമിലാക്കി മാറ്റാൻ പറ്റുന്നു. ആൻഡ് റിലീസ് ഹൈ എമൗണ്ട് ഓഫ് എനർജി, ഫുൾ എമൗണ്ടിലുള്ള എനർജി കിട്ടുന്നു. ആൻഡ് കംപ്ലീറ്റ് ഓക്സിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ദ റിസൾട്ട് ഓക്കെ എന്തൊക്കെയായിരിക്കും? എനർജി +CO2 +വാട്ടർ. അപ്പോൾ ആ ഫോമിലുള്ള ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് റിസൾട്ട് എയറോബിക് റെസ്പിറേഷനിൽ കിട്ടും. Then second type is anaerobic respiration. Anaerobic means anaerobic, that is in absence of oxygen. This type of respiration occurs in absence of oxygen. Oxygen അഭാവത്തിലാണ് നടക്കുക. And here the substrate is incompletely oxidized. പാർഷ്യലി മാത്രം, പകുതി മാത്രമേ സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി എനർജിയെ കിട്ടുന്നുള്ളൂ. And the other products are ethyl alcohol. Instead of getting carbon dioxide and water and energy, we will get a less amount of energy and CO2, and the other products are ethyl alcohol, acetic acid, ethyl alcohol or acetic acid or lactic acid. Okay, ഇതൊക്കെയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. And mainly this type of anaerobic respiration occurs in lower group of organism like bacteria or yeast. Okay, yeast നമുക്കറിയാം യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. ആൻഡ് ദിസ് അനഎറോബിക് റെസ്പിറേഷൻ ഒക്കേഴ്സ് ഇൻ മാമൽസ് ഓൾസോ, ദാറ്റ് ഈസ് ഇൻ ഹ്യൂമൻസ് ഓൾസോ. ഹ്യൂമൻ ബീങ്സിലും അനഎറോബിക് നടക്കുന്നുണ്ട്. എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ അവർ മസിൽ ടിഷ്യൂ, മസിൽസിൽ. സോ നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നു, ഓർ ഓടുക, ചാടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഓക്സിജൻ ഡെഫിഷ്യൻസി വരും. വെച്ചാൽ ഓക്സിജൻ്റെ ഒരു അളവ് നമ്മൾ മസിൽസിൽ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് മസിൽസിൽ ലാക്റ്റിക് ആസിഡ് ഫോർമേഷനാണ് നടക്കുക. ഓക്കെ, അതുകൊണ്ടാണ് മസിൽ ഫാറ്റിക് ഉണ്ടാകുന്നത്. കുറച്ച് നേരം നമുക്ക് മസിൽസൊക്കെ ഭയങ്കര വീക്കായ പോലെ വേദന വരും അല്ലേ. പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്ത് ആവശ്യത്തിന് ഓക്സിജൻ എത്തുമ്പം ആ ലാക്റ്റിക് ആസിഡ് പിന്നെയും ബാക്കി പ്രോസസ്സ് നടന്ന് എനർജി CO2 വാട്ടറൊക്കെ ആയിട്ട് റിലീസ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ആ ഒരു മസിൽസിൻ്റെ ആ ഒരു പെയിൻ മാറുന്നത്. ഓക്കെ, അപ്പോൾ മസിൽസിൽ നടക്കുന്നുണ്ട് എന്ത് അനേറോബിക് റെസ്പിറേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. The next heading is aerobic respiration. Okay, aerobic respiration നമുക്കറിയാം ഗ്ലൂക്കോസ് ഓർ ഏതാണോ സബ്സ്ട്രേറ്റ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നു in presence of oxygen and we will get energy, water and CO2. Is it? And these are the important steps of this aerobic respiration. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് വരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് is called glycolysis and the second is called Krebs cycle and the third is called ETS or electron transport system. Okay, electron transport system. Then listen here. Here the first substrate is glucose. Then glucose la first step nadakana glycolysis. Glucose undergo glycolysis and as a result of this glycolysis we will get the product pyruvic acid. Glucose എന്തായിട്ടാണ് മാറുന്നത്? pyruvic acid. Glycolysis നടന്നാൽ pyruvic acid ആയിട്ട് മാറും. And this glycolysis occurs in the cytoplasm of the cell. സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. And the result is pyruvic acid. ക്ലിയർ? അപ്പോൾ പൈറൂവിക് ആസിഡ് ആയിട്ടേ ഉള്ളൂ, നമുക്ക് എനർജിയിൽ എടുത്തിട്ടില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 2 more steps to go, that is Krebs cycle and ETS. Then Krebs cycle ETS. ഈ 2 സ്റ്റെപ്പിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പം എന്താ കിട്ടുന്നത്? CO2 വാട്ടർ ആൻഡ് എനർജി. പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. Krebs cycle ആൻഡ് ETS നടക്കുന്ന എവിടെ വെച്ചാണ്? ദാറ്റ് ഈസ് ഇൻ അവർ മൈറ്റോകോൺട്രിയ. ഓക്കെ, സോ let's see what is glycolysis. Okay, then our next important topic, glycolysis. Glycolysis and its meaning, glyco means glucose and lysis means splitting. So its meaning is sugar splitting. Glucose or sugar ne split ചെയ്യുന്ന process ആണ് glycolysis and it is explained by Emden, Meyerhof and Parnas. Okay, then Gustav Emden, ഓട്ടോ മെയർഹോഫ് എന്നൊക്കെയാണ്. ജസ്റ്റ് ഷോർട്ട് ചെയ്തെങ്കിലും പഠിക്കാം. എംഡൻ, മെയർഹോഫ് ആൻഡ് പാർനാസ്. സോ ദ സൈക്കിൾ ഇസ് ഓൾസോ കോൾഡ് EMP പാത്വേ. ഓക്കെ, EMP പാത്വേ എന്ന് പറയും. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് മാത്രം പേര് പഠിച്ചു പോയിട്ട് എക്സാമിന് EMP പാത്വേ ആയിരിക്കും ചോദിക്കുക. സോ ഓൾട്ടർനേറ്റ് നെയിം പഠിച്ചിരിക്കുക. Then it is common for both aerobic and anaerobic respiration. അപ്പോൾ aerobic ആണെങ്കിലും anaerobic കണ്ടീഷൻ ആണെങ്കിലും ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കോമൺ ആയിട്ട് നടക്കുന്നതാണ്. എന്നുവെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് എവിടെ വെച്ച് നടക്കുക? ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഗ്ലൈക്കോളിസിസ് നടക്കുന്നു. പ്രോഡക്റ്റ് ഈസ് പൈറൂവിക് ആസിഡ്. നമുക്കറിയാം ഈ പൈറൂവിക് ആസിഡ് പിന്നെ ഓക്സിജൻ പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു മൈറ്റോകോൺട്രിയ ആൻഡ് ക്യാരി ഔട്ട് Krebs cycle, electron transport system and release full energy. If oxygen is absent, this pyruvic acid undergo anaerobic respiration or fermentation and we will get less amount of energy and instead of this carbon dioxide water we will get other type of acids like lactic acid or acetic acid etc. Then see, this is glycolysis and നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു പേടി ഉണ്ടാവും. ഇത് വരച്ച് പഠിക്കുക എന്ന് വെച്ചാൽ വരച്ചാൽ എഴുതി പഠിക്കുക. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യണം. ടോട്ടൽ 10 സ്റ്റെപ്സ് ആണുള്ളത്. 10 എണ്ണം എഴുതി കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 10 സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലൂക്കോസ് എന്നാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, ഫസ്റ്റ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫോമിലോട്ടാണ് കൺവേർഷൻ. ദ ഫസ്റ്റ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് and this conversion with the help of an enzyme called hexokinase. Hexokinase is an enzyme and at this step ATP is utilized. ADP ആയിട്ട് മാറുന്നത് കാണിച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? എനർജി യൂസ് ചെയ്യാണ്. ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ATP is utilized. Okay, then the next step, glucose 6 phosphate is isomerized into fructose 6 phosphate. Glucose 6 phosphate എന്നുള്ള രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലോട്ട് ചേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് fructose 6 phosphate. So use the term isomerized.
to fructose 6-phosphate. Okay. The next step, fructose 6-phosphate is phosphorylated to fructose 1,6-biphosphate. Okay. So fructose 6-phosphate phosphorylated to fructose 1,6-biphosphate. ഇനി എക്സാം സമയത്ത് പെട്ടെന്ന് ഐസോമറൈസ്ഡ് ഫോസ്ഫോറിലേറ്റഡ് എന്നൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എഴുതിയാലും മതി. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രക്ടോസ് 1,6-biphosphate or bisphosphate. And in this step also an ATP is utilized. ATP യൂസ് ചെയ്യുന്നുണ്ട്. And next, fructose 1,6-bisphosphate converted into other form, that is triose phosphate in ഫോമിലാണ്. ദാറ്റ് ഈസ് ഇവിടെ വരെ 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഗ്ലൂക്കോസ് 6-phosphate എന്നൊക്കെ പറയുമ്പോൾ 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഗ്ലൂക്കോസ് ഇസ് 6 കാർബൺ കോമ്പൗണ്ട്, 6 കാർബൺ ഉള്ള കോമ്പൗണ്ട്. അത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണ്. 3 കാർബൺ, ദിസ് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് 3 കാർബൺ. അപ്പോൾ 3 ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യാണ്. സോ 3 കാർബൺ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ട്രയോസ് ഫോസ്ഫേറ്റ്. കോമൺ ആയിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നു. ട്രയോസ് ഫോസ്ഫേറ്റിൻ്റെ കറക്റ്റ് പേരാണ് എന്ത്? ഹിയർ ഇറ്റ് ഈസ് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ആയിട്ട് മാറുന്നു. ആൻഡ് ഈ ഭാഗത്ത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫോമിലായിട്ടാണ് മാറുക. ഈ കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതുകൊണ്ട് ഇവിടെ ഈ രീതിയിൽ ഇടാം ആരോ മാർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate കൺവേർട്ടഡ് ടു നെക്സ്റ്റ് ഫോം ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ ഒരു 3 കാർബൺ ഫോമിലേക്ക് തന്നെ മാറുന്നു. ദാറ്റ് ഈസ് 1,3-bisphosphoglyceric acid. ഓക്കെ, 1,3-bisphosphoglyceric acid or glycerate എന്ന് വരെ പറയാം. ആൻഡ് in this step NAD is reduced to NADH എന്ന് പറഞ്ഞാൽ NADHൻ്റെ സിന്തസിസ് ആണ് നടന്നത്. NADH എനർജി അനദർ ഫോം ആണെന്നറിയാം നമുക്ക്. ATPയുടെ മറ്റൊരു ഫോമാണ്. അപ്പോൾ NADH ആവാന്ന് പറഞ്ഞാൽ NADH സിന്തസൈസ് ആണ്. NAD is reduced to NADH. നെക്സ്റ്റ് സ്റ്റെപ്പ് 1,3-bisphosphoglyceric acid converted to 3-phosphoglyceric acid. ആ ഒരു ഫോമിലോട്ട് മാറാണ്. ആൻഡ് ഇൻ ദിസ് സ്റ്റെപ്പ് ATP സിന്തസിസ് ഒക്കേഴ്സ്. ATP എന്ന് എഴുതി കഴിഞ്ഞാൽ ATP സിന്തസിസ് ആണ് നടന്നത്. നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിലൊക്കെ ATPൻ്റെ യൂട്ടിലൈസേഷനാണ്, ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇവിടെ ATP ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ 3-phosphoglyceric acid പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? 2-phosphoglyceric ആസിഡായിട്ട് മാറും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ പഠിക്കാം. ഒന്ന് പഠിച്ചാൽ 1,3-biphosphoglyceric acid 3-phosphoglyceric acid ആവുന്നു. അഗെയിൻ ഈ 2-phosphoglyceric ആസിഡായിട്ട് മാറുന്നു. 2-phosphoglycerate അല്ലെങ്കിൽ 2-phosphoglyceric acid എങ്ങനെ വേണമെങ്കിലും പറയാം. ആൻഡ് ദിസ് 2-phosphoglyceric acid പിന്നെ മാറുന്നത് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് എന്ന് പറയുന്ന ഫോമിലാണ്. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ഓർ PEP എന്നാണ് അതിൻ്റെ ഷോർട്ട്. ഈ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? വാട്ടർ മോളിക്യൂൾ ഈസ് റിലീസ്ഡ്. വാട്ടറിനെ ഇങ്ങനെ പുറത്തോട്ട് കാണിച്ചിരിക്കുന്നത് കാണാം. വാട്ടർ മോളിക്യൂൾ ഈസ് റിലീസ്ഡ്. അപ്പോൾ അത് കറക്റ്റ് ശ്രദ്ധിക്കുക. ഏത് സ്റ്റെപ്പിലാണ് വാട്ടർ റിലീസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു സ്റ്റെപ്പിൽ. ഇത് കഴിഞ്ഞില്ല, അവിടെ ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഒറ്റ സ്റ്റെപ്പ് കൂടെ ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് എന്തായിട്ട് മാറണം? പൈറൂവിക് ആസിഡായിട്ട് മാറണം. പൈറൂവിക് ആസിഡ്, ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ പൈറൂവിക് ആസിഡ് എന്ന് പറഞ്ഞാലും പൈറുവേറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. പൈറുവേറ്റ് ഓർ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആൻഡ് ഇൻ ദിസ് സ്റ്റെപ്പ് ഓൾസോ എന്താ സംഭവിക്കുന്നത്? ATP സിന്തസിസ്. ADP become ATP. ദാറ്റ് ഈസ് ATP സിന്തസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്ലൈക്കോളിസിസിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ്. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. എഴുതി പഠിച്ചാൽ മാത്രമേ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. വേറെ എളുപ്പവഴി ഒന്നുമില്ല. അതുകൊണ്ട് കുറേ പ്രാവശ്യം വായിക്കുക, എഴുതിയെടുത്ത് അതേപോലെ തന്നെ പഠിച്ചെടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഈ ഗ്ലൈക്കോളിസിസിൽ ആക്ച്വലി 1 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമുക്ക് 2 പൈറോവിക് ആസിഡാണ് കിട്ടുന്നത്. ഒരു ഗ്ലൂക്കോസിന് 2 പൈറോവിക് ആസിഡ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ *2 എന്നിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ *2 പൈറോവിക് ആസിഡിൻ്റെ അടുത്ത് *2 ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, എല്ലാ ഡിജിറ്റും കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പൈറൂവിക് ആസിഡാണ് കിട്ടുക. ദാറ്റ് ഈസ് പൈറൂവിക് ആസിഡ് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ അത് 2 കിട്ടുമ്പോഴല്ലേ ബാലൻസ് ആവുന്നുള്ളൂ. ഗ്ലൂക്കോസ് ഇസ് എ 6 കാർബൺ കോമ്പൗണ്ട്, പൈറൂവിക് ആസിഡ് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. സോ 2 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോഴാണ് നമ്പർ ഈക്വൽ ആവുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ആദ്യത്തെ 2 സ്റ്റെപ്പിൽ ATP യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ.
അപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു NADH, ADP, ATP ഇതിൻ്റെയൊക്കെ കണക്ക് ഒരു പൈറൂവിക് ആസിഡ് ഉണ്ടാവുന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഒരെണ്ണം തന്നെയാണ്, 1 ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹിയർ ഓൾസോ 1 ATP ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇവിടെ NADH എന്ന് എഴുതി കഴിഞ്ഞാലും ആക്ച്വലി അത് 2 NADH ഫോം ചെയ്യുന്നുണ്ട്. ATP ഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2 ATP ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ ATP ഫോർമേഷൻ മീൻസ് × 2 ആണ്, 2 ATP തന്നെ അവിടെയും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ × 2 ഇവിടെ കോമൺ ആയിട്ട് ഇട്ടത് ഇതിനോടൊക്കെ ഇൻറ്റു ചെയ്ത് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് ഇവിടെ പുറത്തൊരു × 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്രം 2 മോളിക്യൂൾസ് ഉണ്ടാകുമ്പം 2 ATP ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, എത്ര ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? 2 ATP അല്ലേ? ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിലും ഈ സ്റ്റെപ്പിലും കൂടെ 2 ATP യൂട്ടിലൈസ്ഡ്. ഓക്കെ, യൂസ് ചെയ്തു. ദെൻ ഇവിടെ നോക്കിയേ, ATP ഫോം മാത്രം ഇവിടെ 2 ATP, ഇവിടെയും 2 ATP. ഓക്കെ, ദാറ്റ് ഈസ് ടോട്ടൽ എത്ര ATP ആണ്? 4 ATP സിന്തസൈസ്ഡ്. ഓക്കെ, അപ്പോൾ 4 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, 2 എണ്ണം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ശരിക്കും എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈ ഒരു ATP ഫോമിലുള്ള നെറ്റ് ഗെയിൻ മീൻസ് 2 ATP ആയിരിക്കും. 4 എണ്ണം സിന്തസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും 2 എണ്ണം ആദ്യമേ ഉപയോഗിച്ച് പോകുന്നത് കാരണം ദാറ്റ് ഈസ് എത്രയാണ്? 4 - 2 = 2 ATP ആണ് ഈ ടോട്ടൽ സ്റ്റെപ്പിൻ്റെ ബാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇവിടെ ഒരു ATP, ഇവിടെ ഒരു ATP, അതാണ് നമ്മൾ ബാക്കിയുള്ളത് എന്ന് മാത്രം ഓർത്താൽ മതി. ഇവിടെ 2 എണ്ണം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അവിടെ നമ്പർ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവുന്നു, 2 എണ്ണം ഉപയോഗിച്ചു, അപ്പോൾ 0 എന്നുള്ളൊരു കാൽക്കുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? 4 - 2 2 ATP ആണ് കാണിക്കുന്നത്. സോ നെറ്റ് ഗെയിൻ ഇൻ ഫോം ഓഫ് ATP രൂപത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നത് 2 ATP ആണ്. ദെൻ ഇവിടെ ഒരു NADH ഇല്ലേ? ആൻഡ് ഹിയർ 1 NADH മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ATP. 3 ATPക്ക് ഈക്വൽ ആണ് NADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണം ഫോം ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 2 × 3 ATP ആണ്. ദാറ്റ് ഈസ് 6 ATP ഫോമിൽ കിട്ടും അല്ലേ? 6 ATP അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കാൽക്കുലേഷനിൽ നമുക്ക് ഈ നേരത്തെ കിട്ടിയ 2 ATP പ്ലസ് പിന്നെ കിട്ടിയ 6 ATP ദാറ്റ് ഈസ് 8 ATP ആണ് നെറ്റ് ഗെയിൻ ഓഫ് ഗ്ലൈക്കോളിസിസ്. അല്ലെങ്കിൽ ATP ഗ്ലൈക്കോളിസിസ് ടോട്ടൽ സിന്തസൈസ് ചെയ്യുന്ന ATPൻ്റെ അളവ് ചോദിച്ചാൽ ദാറ്റ് ഈസ് 8 ATP. ദ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, ഫെർമെൻറ്റേഷൻ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് മറ്റൊരു പേരിൽ, ദാറ്റ് ഈസ് അനേറോബിക് റെസ്പിറേഷൻ. ഓക്കെ, അനേറോബിക് റെസ്പിറേഷൻ തന്നെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ അല്ലെ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് ഇത് അനേറോബിക് കണ്ടീഷൻ. ആൻഡ് ദ പ്രോഡക്ട്സ് എങ്ങനെയാണ്? പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നു. പൈറൂവിക് ആസിഡ് എന്തായിട്ടാണ് മാറുന്നത്? CO2 പ്ലസ് എത്തനോൾ. ദാറ്റ് ഈസ് പൈറൂവിക് ആസിഡ് ഉണ്ടാവുന്നത് വരെ ഗ്ലൈക്കോളിസിസ് ആണ്. ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക്. ദെൻ പൈറൂവിക് ആസിഡ് ഉണ്ടായതിന് ശേഷം ഓക്സിജൻ ആബ്സെൻ്റ് ആണെങ്കിലാണ് എന്തായിട്ട് മാറുന്നത്? ഫെർമെൻറ്റേഷനിലേക്ക് പോവാം. ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ ഹയർ ഓർഗാനിസത്തിൽ കോമൺ അല്ല. ഹയർ ഓർഗാനിസത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഇൻ കേസ് ഓഫ് ഹ്യൂമൺ നമ്മൾ ലാക്റ്റിക് ആസിഡ് മസിൽ ടിഷ്യൂസിൽ നടക്കുന്നു. അല്ലാതെ അത് കോമൺ പ്രോസസ്സ് അല്ല. ഇത് കോമൺ ആയിട്ട് നടക്കുന്ന എവിടെയൊക്കെയാണ്? ഇൻ കേസ് ഓഫ് പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ഓർ ഈസ്റ്റ്, ഓക്കെ, ഓർ ജെർമിനേറ്റിംഗ് സീഡ്സ്, പിന്നെ ചില കേസിൽ നമ്മൾ പറഞ്ഞ മസിൽ ടിഷ്യൂ, ഇതിലൊക്കെയാണ് പിന്നെ നടക്കുന്ന കേസസ്. ദെൻ പൈറൂവിക് ആസിഡ് ഓക്സിജൻ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ഫോം ഓഫ് ആസിഡ്സ് അല്ലേ? ദാറ്റ് ഈസ് എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന ഫോമിലായിട്ട് മാറുന്നു. ഓർ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഫോമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലെസ് എമൗണ്ട് ഓഫ് എനർജിയാണ്, ലെസ് എനർജിയാണ് ഫോം ചെയ്യുള്ളൂ. എയറോബിക്കിലാണ് ഫുള്ള് കിട്ടുക, അവിടെ പകുതി എനർജിയെ കിട്ടുന്നുള്ളൂ. Then this fermentation is mainly divided into 2 categories: alcoholic fermentation and lactic acid fermentation. And very easy ആണ്, ആ പേര് പഠിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ അതിലുണ്ട്.
എന്താണോ എൻഡ് പ്രോഡക്റ്റ് അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ മീൻസ് ഹിയർ ദ എൻഡ് പ്രോഡക്റ്റ് ഈസ് ഈഥൈൽ ആൽക്കഹോൾ ഓർ എഥനോൾ. എഥനോൾ തന്നെയാണ് എന്ത് ഈഥൈൽ ആൽക്കഹോൾ പ്ലസ് CO2 ആണ് ഫോം ചെയ്യുന്നത് പ്ലസ് ലെസ് എമൗണ്ട് ഓഫ് എനർജി. And two enzymes are involved in this conversion, and that is pyruvic acid decarboxylase and alcohol dehydrogenase. ഈ രണ്ട് എൻസൈംസിൻ്റെ ഒക്കെ പ്രസൻസിലാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. The next is lactic acid fermentation. ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ലാക്റ്റിക് ആസിഡ് ആണ്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസ്. ലാക്റ്റിക് ആസിഡ് ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസ്. അപ്പോൾ എവിടെയാണ് നടക്കുന്നത്? ഇൻ അവർ മസിൽ ടിഷ്യൂ അല്ലേ? ആൻഡ് കോസ് മസിൽ ഫാറ്റിക്. മസിൽസിന് ഒരു പെയിൻ ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, ദാറ്റ് ഇസ് മസിൽ ഫാറ്റിക്. ഓക്കെ. Hello friends, in this video we discussed glycolysis and fermentation, and I hope you all got the concept clearly. So please don't forget to like, share and subscribe this channel. Let's wind up for today. See you in our next class.